നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃപ്രയാർ തേവരുടെ മകേരിയം പുറപ്പാടിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. പെരിഞ്ഞനം ആറാട്ടുകടവ് ബീച്ചിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ രാപ്പകൽ കാവലിരുന്ന് വിരിയിച്ചെടുത്ത കടലാമ കുഞ്ഞുങ്ങൾ ഇനി തിരികെ കടലിലേക്ക്. മയക്കുമരുന്നിനെതിരെ കാരമുക്കിൽ ജനകീയ കൂട്ടായ്മയ്ക്ക് രൂപം നൽകി. വിശദമായ വാർത്തകളിലേക്ക്. ആറാട്ടുപുഴ പൂരത്തിന്റെ നായകനായ തൃപ്രയാർ തേവരുടെ മകേരിയം പുറപ്പാട് വ്യാഴാഴ്ച നടക്കും. ഉച്ചയ്ക്ക് 1:10-നും 2-നും മധ്യേയാണ് പുറപ്പാട് ചടങ്ങുകൾ നടക്കുക. ഊരായ്മക്കാർ കുളിച്ച് മണ്ഡപത്തിലെത്തി തേവരെ എഴുന്നള്ളിക്കാൻ അനുമതി നൽകുന്നതോടെ തൃക്കോൽ ശാന്തി തേവരെ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കും. ബ്രാഹ്മണിപ്പാട്ടും മണ്ഡപത്തിൽ പറയും കഴിഞ്ഞ് തേവരെ സ്വർണ്ണക്കോലത്തിൽ പുറത്തേക്ക് എഴുന്നള്ളിക്കും. 2 ആനകൾ കൂടി അകമ്പടിയാകും. പടിഞ്ഞാറേ നടയിൽ നിന്ന് 5 ആനകളോടെ തേവർ സെയ്തുകുളം ആറാട്ടിന് എഴുന്നള്ളും. തൃപ്രയാർ തേവരുടെ പൂരം പുറപ്പാടിനും അതുപോലെ തന്നെ ഗ്രാമപ്രദക്ഷിണത്തിനും അതിനോടനുബന്ധിച്ചുള്ള ആറാട്ടുകൾക്കും വേണ്ട ഒരുക്കങ്ങൾ ഏറെക്കുറെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ മറ്റൊരു പ്രത്യേകത ഭഗവാന്റെ സ്വർണ്ണക്കോലത്തിൻ്റെ മകുടവും ബഹുമാനപ്പെട്ട കൊച്ചിൻ ദേവസ്വം ബോർഡിൽ നിന്നും 20 ഗ്രാം സ്വർണം അനുവദിച്ച് ആ മകുടത്തിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന ഒരു സന്തോഷ വാർത്ത എല്ലാ ഭക്തജനങ്ങളെയും അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. തേവരുടെ തിടമ്പേറ്റിയ ആനയ്ക്ക് വേണ്ട എല്ലാ ചമയങ്ങളും, ഏറ്റവും പുതിയ ചമയങ്ങൾ വിവിധ ഭക്തജനങ്ങൾ സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ അതുപോലെ തന്നെ ആറാട്ടുകുളങ്ങൾ എല്ലാം ചേർത്ത് ആറാട്ടിനു വേണ്ടി തയ്യാറാക്കുന്ന പണികളും ഏറെക്കുറെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ബഹുമാനപ്പെട്ട ദേവസ്വം കമ്മീഷണറും അസിസ്റ്റൻ്റ് കമ്മീഷണറും എല്ലാം ചേർന്ന് ബഹുമാനായ ക്ഷേത്രം തന്ത്രിയുമായി ചർച്ച നടത്തിയാണ് ഈ പുത്തൻകുളം ചേറെടുത്ത് മുഴുവൻ വെള്ളവും വറ്റിച്ച് ചേറെടുത്ത് വൃത്തിയാക്കുന്നതിന് തീരുമാനിച്ചത്. മകേരിയം പുറപ്പാടിനോടനുബന്ധിച്ച് വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം വിപുലമായ അന്നദാനത്തിന് പ്രസാദൂട്ടിന് വേണ്ട ഒരുക്കങ്ങൾ ഊട്ടുപുരയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ഭക്തജനങ്ങളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഈ ഭഗവാന്റെ ഗ്രാമപ്രദക്ഷിണവുമായി ബന്ധപ്പെട്ട യാത്രകളിലും ആറാട്ട് ചടങ്ങുകളിലും അതുപോലെ തന്നെ ആറാട്ടുപുഴയിലേക്കുള്ള ആ മനോഹരമായ യാത്രയിലും എല്ലാം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആറാട്ടിന് ശേഷം പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് തിരിച്ച് എഴുന്നള്ളുന്ന തേവർക്ക് ക്ഷേത്രത്തിലെ പതിവ് ചടങ്ങുകൾക്ക് ശേഷം ചുറ്റമ്പലത്തിനകത്തെ തീർത്ഥക്കിണറ്റിൻകരയിൽ ചെമ്പിലാറാട്ട് നടത്തും. ഭാരതത്തിലെ ഒരേ ഒരു ദേവസംഗമത്തിനായും കൊണ്ട് തൃപ്രയാർ തേവരുടെ പുറപ്പാടാണ്. ഈ പുറപ്പാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സാധാരണ ഏകാദശി അല്ലെങ്കിൽ സാധാരണ ശിവേലികൾക്ക് എടുക്കുന്ന ഒരു തെടുമ്പല്ല നമ്മൾ പൂരക്കാലത്ത് എടുക്കുക. ശ്രീഭൂമി സമേതനായിട്ട് ശ്രീ ഭഗവതി ഭൂമി ഭഗവതിയോട് കൂടിയിട്ടുള്ള തെടുമ്പാണ് പൂരക്കാലത്ത് സാധാരണ എടുക്കുക. വളരെ വിശേഷമായിട്ടുള്ളൊരു പ്രത്യേകത തന്നെയാണ്. കാരണം ഈ ഒരു 8 ദിവസം മാത്രമേ നമ്മളത് പുറത്തേക്ക് പുറപ്പാടിന് ശേഷം കൊണ്ടുപോകുള്ളൂ. അതും ഭക്തർക്ക് തൊഴാൻ വേണ്ടിയും ആ ഒരു പ്രത്യേക സങ്കല്പത്തോട് കൂടിയിട്ടുള്ള യാത്രകളാണ്. അതുകൊണ്ടാണ് ശ്രീഭൂമി സമേതനായിട്ടുള്ള തേവരായിട്ട് ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നത്. ഒരു ഉത്സവത്തിൻ്റെ ഒരു കൊടിയേറ്റം പോലെയല്ല തേവരുടെ പുറപ്പാട് എന്ന് പറയുമ്പോൾ അദ്ദേഹം അങ്ങോട്ട് പുറപ്പെടുകയാണ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ കൂടെ വാദ്യഘോഷങ്ങൾ, ആഘോഷങ്ങൾ, ഭക്തരെ എല്ലാം കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ്. കാരണം അത്രയും ധർമ്മിഷ്ഠനായിട്ടുള്ള ശ്രീരാമസ്വാമിയാണ്. ത്രിമൂർത്തി ചൈതന്യത്തോടു കൂടിയും ഭൂമിയും ഭഗവതിയോടും കൂടിയിട്ടുള്ള ശ്രീരാമസ്വാമി ഭാരതത്തിൽ വേറെ ഇല്ല. അനവധി പ്രത്യേകതകളെ കൊണ്ടാണ് തൃപ്രയാർ ഇത്രയും പ്രസിദ്ധിയായിട്ട് ഈ ദേവസംഗമം എന്നുള്ളതിലേക്ക് തേവരെത്തിച്ചേരാൻ കാരണം. അപ്പോൾ എന്താ പറയുക, ഭാരതത്തിൽ തന്നെ വേറൊരു ഇങ്ങനെ ഇത്രയും ഗംഭീരമായിട്ട് നടക്കുന്നൊരു ദേവസംഗമില്ല. തൻ്റെ ഭക്തരെ കാണാൻ വേണ്ടിയും അവരുടെ ദുഃഖങ്ങൾ ശ്രവിക്കാനും ആ ദുഃഖങ്ങൾക്ക് പരിഹാരം കാണാനും അതുപോലെ അവർക്കത് പറവച്ച് സ്വീകരിച്ച് തേവരുടെ അനുഗ്രഹത്തിനും വേണ്ടിയാണ് ഈ സ്വന്തം മണ്ണിലൂടെയാണ് യാത്ര. അതേപോലെ സ്വന്തം പള്ളിയോടത്തിലൂടെ അക്കരെ. അപ്പോൾ പുണ്യനദിയായിട്ടുള്ള തീവ്ര നദി പോലും ആ സമയത്ത് നിശ്ചലമായിട്ട് നിൽക്കുന്ന പറയും അദ്ദേഹത്തിന് കടക്കാൻ വേണ്ടിയിട്ട്.
അപ്പം ഇപ്പോൾ 30 കോടി ദേവീദേവന്മാരുടെ ഒരു എന്താ പറയുക ഒരു പുഷ്പവൃഷ്ടി നടത്തുകയാണ് ദേവമേളയ്ക്ക് ആ സമയത്ത്. അപ്പോൾ അവർ മുഴുവൻ നാളെ കാശിയിൽ വരെ അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറയണേ. അപ്പോൾ തേവർ പുറപ്പെടുന്ന ആ മുഹൂർത്തത്തിനാണ് പ്രത്യേകത. അപ്പോൾ ആ മുഹൂർത്തത്തിന് ഭക്തർക്ക് എല്ലാവർക്കും എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്നുള്ള ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏപ്രിൽ 4 രാവിലെ 7:30 സ്വർണ്ണക്കോലത്തിൽ 3 ആനകളോടെ പഞ്ചാരി മേളത്തോടെ നടക്കൽ പൂരത്തിന് എഴുന്നള്ളുന്ന തേവർ പുത്തൻകുളത്തിൽ ആറാടി തിരിച്ചെത്തും. വൈകിട്ട് 4 കാട്ടൂർ പൂരത്തിന് പുറപ്പെടും. ഏപ്രിൽ 5 രാവിലെ 8 ബ്ലാഹയിൽ കുളത്തിൽ ആറാട്ടിനായി പുറപ്പെടും. വൈകിട്ട് നിയമവിടിക്കു ശേഷം കുറുക്കൻകുളത്തിൽ ആറാട്ടിന് പുറപ്പെടും. ഏപ്രിൽ 6 തേവരുടെ ഗ്രാമപ്രദക്ഷിണത്തിലെ സവിശേഷ ചടങ്ങായ പൈനൂർ പാടത്തെ ചാലുകുത്തൽ നടക്കും. പുലർച്ചെ 5 വെന്നിക്കൽ ക്ഷേത്രത്തിൽ പറയെടുത്ത് കോതകുളത്തിൽ ആറാടിയാണ് തേവർ പൈനൂർ പാടത്തെ ചാലുകുത്തലിന് യാത്രയാവുക. വൈകിട്ട് രാമൻകുളം ആറാട്ടിന് പുറപ്പെടും. ഏപ്രിൽ 7 സന്ധ്യയ്ക്ക് കിഴക്കേക്കരയിലെ ഗ്രാമപ്രദക്ഷിണത്തിനായി സ്വന്തം പള്ളിയോടത്തിൽ തേവർ പുഴ കടക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ കിഴക്കേക്കരയിലെ ഗ്രാമപ്രദക്ഷിണം നടക്കും. ഏപ്രിൽ 9 തേവർ ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കാൻ യാത്രയാകും. വൈകിട്ട് നിയമവിടിയും അത്താഴപൂജയും അത്താഴ ശീവേലിയും കഴിഞ്ഞ് പള്ളിയോടത്തിൽ സ്വർണ്ണക്കോലത്തിൽ പുഴ കടക്കും. ലയൺസ് ഡിസ്ട്രിക്ട് 318 ആഭിമുഖ്യത്തിൽ തൃശൂർ ഫിനിക്സ് ക്ലബ്ബിൽ വെച്ച് ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ലയൺസ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ടി ജയകൃഷ്ണൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. എ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫസ്റ്റ് ക്യാബിനറ്റ് സെക്രട്ടറി മിക്കി നടക്കലാൻ, ബിജോയ് ആലപ്പാട് എന്നിവർ സംസാരിച്ചു. 45 വയസ്സിന് താഴെയും 45 വയസ്സിന് മുകളിലുമായി ഡബിൾസ്, സിംഗിൾസ് എന്നീ 2 വിഭാഗത്തിലും എടമുട്ടം ലയൺസ് ക്ലബിന്റെ സുജിന്ത് പുല്ലാട്ട്, ബിജുമോഹൻ ബാബു എന്നിവർ വിജയികളായി. ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി ബിജുമോഹൻ ബാബുവിനെ തിരഞ്ഞെടുത്തു. അടുത്ത ക്യാബിനറ്റ് മീറ്റിംഗിൽ വച്ച് വിജയികൾക്കുള്ള ട്രോഫിയും ക്യാഷ് അവാർഡും നൽകും. കേരള ഗ്രന്ഥശാല സംഘം നടപ്പിലാക്കുന്ന വായനാ വസന്തം ലൈബ്രറിയിലെ പുസ്തകങ്ങൾ വീടുകളിലേക്ക് എന്ന പരിപാടിക്ക് തളിക്കുളം പബ്ലിക് ലൈബ്രറിയിൽ തുടക്കം കുറിച്ചു. പബ്ലിക് ലൈബ്രറി പ്രസിഡന്റും മുൻ MP-യുമായ TN പ്രതാപൻ, ലൈല നൂറുദ്ദീൻ ഷാക്ക് പുസ്തകങ്ങൾ കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. എത്ര തിരക്കുണ്ടായിരുന്നാലും വായനയ്ക്കായി സമയം കണ്ടെത്താറുണ്ടെന്ന് 5 പതിറ്റാണ്ടിലേറെ കാലമായി തളിക്കുളം പബ്ലിക് ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുവരുന്ന TN പ്രതാപൻ പറഞ്ഞു. ജനങ്ങളിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കുവാനുള്ള വായന വസന്തം പോലുള്ള പരിപാടിക്ക് തുടക്കമിട്ട കേരള ഗ്രന്ഥശാല സംഘത്തെ അദ്ദേഹം അഭിനന്ദിച്ചു. സെക്രട്ടറി ഗഫൂർ തളിക്കുളം, N മദനമോഹനൻ, ഗീത വിനോദൻ, ഷീജ രാമചന്ദ്രൻ, J ആനന്ദൻ, ബീന വാസൻ, PS സുൽഫിക്കർ, നീതു പ്രേംലാൽ, PK രാമചന്ദ്രൻ, ഷിൽജ വാസൻ കോഴിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. 1.5 സെക്കൻഡിന്റെ 1 മിനിറ്റിന്റെ ഒക്കെ റീൽ വരുന്ന കാരണം ആളുകളൊക്കെ പിന്നെ കുറെ പേര് സീരിയൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കിടന്നുറങ്ങണതൊക്കെ മൊബൈൽ തലക്കി വെച്ച് റീലും കണ്ടുകൊണ്ടാണ് കിടന്നുറങ്ങണത്. അതിൽ നിന്നൊക്കെ നല്ലതും ഉണ്ടാകും, നല്ലതല്ലാത്തതും ഉണ്ടാകും. പക്ഷെ ഒരു പുസ്തകം വായിച്ചാൽ ആ പുസ്തകമായി നിന്ന് കിട്ടുന്നത് നമ്മുടെ തലച്ചോറിനകത്ത് നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും, ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഒരു റീല് കണ്ടാലും ഒരു TV-യിൽ ഒരു സീരിയൽ കണ്ടാലും ഒരു സീരിയൽ കണ്ട അടുത്ത സീൻ അടുത്ത ദിവസം സീരിയലിൽ അടുത്ത സീൻ വരുമ്പോഴത്തേനും മറ്റേ സീൻ നമ്മൾ മനസ്സിൽ നിന്ന് മറന്നു പോകും. ഒരു സീരിയലാണെങ്കിൽ 200 എപ്പിസോഡ് 300 എപ്പിസോഡൊക്കെയാണ് ഓരോ സീരിയൽ അതിൻ്റെ പരസ്യക്കാരെ പിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സീരിയൽ ആദ്യം മുതൽ അവസാനം വരെ ഓർത്ത് നിൽക്കുന്നവർ എത്ര പേരുണ്ടാകാനിടയാണ്. അതും പലതും ആളുകളെ കുടുംബക്കാർ ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റാത്ത രീതിയിലുള്ള സീരിയലുകൾ വരെ വരുന്നൊരു കാലത്താണ്. വായിച്ചാൽ വിളഞ്ഞു വളരും, വായിച്ചില്ലെങ്കിൽ വളഞ്ഞ് വളരും. ശ്രീനാരായണപുരത്ത് ബാറിൽ വെച്ച് യുവാവിനെ അടിച്ചു പരിക്കേൽപ്പിച്ച കേസിൽ ഒരു പ്രതി അറസ്റ്റിൽ. ശ്രീനാരായണപുരം പുതിയാശ്ശേരി സ്വദേശി പുതിയ വീട്ടിൽ നബീലാണ് മതിലകം പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ 29-നാണ് പൊരിബസാറിലുള്ള ബാറിൽ വെച്ച് പനങ്ങാട് 5-ാം പരുത്തി എരാശ്ശേരി വീട്ടിൽ രാജീവിനെ ഇടിവള കൊണ്ട് ഇടിച്ച് പരിക്കേൽപ്പിച്ചത്. നബീലിന്റെ സുഹൃത്ത് ഫൈസലുമായുള്ള സാമ്പത്തിക ഇടപാടിനെക്കുറിച്ചുള്ള തർക്കമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത്. പ്രതികൾ രാജീവിന്റെ വാച്ചും മൊബൈൽ ഫോണും പേഴ്സിലുണ്ടായിരുന്ന 4800 രൂപയും എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. വധശ്രമത്തിനാണ് പ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. മതിലകം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർമാരായ രമ്യ കാർത്തികേയൻ, മുഹമ്മദ് റാഫി, ASI വിനയൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിഹാബ്, ആന്റണി, ഷനിൽ എന്നിവർ ചേർന്നാണ് പ്രതിയെ മതിലകത്തു നിന്നും അറസ്റ്റ് ചെയ്തത്. ഒരു കൂട്ടം ചെറുപ്പക്കാർ രാപ്പകൽ കാവലിരുന്ന് വിരിയിച്ചെടുത്ത കടലാമ കുഞ്ഞുങ്ങൾ ഇനി തിരികെ കടലിലേക്ക്. അപൂർവ കാഴ്ച കാണാൻ കടലോരത്തെത്തിയത് കൊച്ചു കുട്ടികളുൾപ്പെടെ 100 കണക്കിന് പേർ.
പെരിഞ്ഞനം ആറാട്ടുകടവ് ബീച്ചാണ് വിസ്മയ കാഴ്ചയ്ക്ക് വേദിയായത്. നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് കടലാമ കുഞ്ഞുങ്ങൾ പൂർണ്ണ ആരോഗ്യത്തോടെ കടലിലേക്ക് ഇറങ്ങിയത്. 1.5 മാസം മുമ്പാണ് കടൽഭിത്തിക്കരികെ കടലാമകൾ മുട്ടകളിടുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരിക്കൽ കടലാമ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് തനിയെ കടലിലേക്ക് ഇറങ്ങിപ്പോകുന്നതും ഇവർ കണ്ടിരുന്നു. എന്നാൽ മുട്ടകൾ കടലിലേക്ക് ഒലിച്ചു പോവുകയോ തെരുവുനായകൾ മാന്തിയെടുത്തു നശിപ്പിക്കുകയോ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി കരയിൽ പ്രത്യേക കുഴികളുണ്ടാക്കി ഇവ സംരക്ഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കുഴിച്ചിട്ട മുട്ടകൾക്ക് ചുറ്റും സംരക്ഷണ വേലിയൊരുക്കി രാവും പകലും മത്സ്യത്തൊഴിലാളികൾ കാവലിരിക്കുകയും ചെയ്തു. 200-ലധികം മുട്ടകളാണ് ഇങ്ങനെ സംരക്ഷിച്ചത്. ഇതിൽ 100ഓളം മുട്ടകൾ വിരിഞ്ഞു. ഇത്രയും കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. ആമ മുട്ടയിട്ട് ഞങ്ങൾ സംരക്ഷിച്ച് 49 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു 17 കുഞ്ഞ് വിരിഞ്ഞ് കിട്ടി. അതിന് ശേഷം ഇട്ടതാണ് ഈ 88 കുഞ്ഞ് വിരിഞ്ഞ് കിട്ടി. ഞങ്ങൾ ഇത്ര നാൾ സംരക്ഷിച്ച് നല്ല കഠിനാധാരം തന്നെ ഉണ്ട്. ഞങ്ങളെ കൂട്ടായ്മ എല്ലാവരും ഉണ്ട്. ഇത്ര ദിവസം നല്ലോണം കഷ്ടപ്പെട്ട് സംരക്ഷിച്ചിട്ടാണ് ഞങ്ങൾ ഈ 88 കുഞ്ഞിനെ വിരിഞ്ഞ് കിട്ടിയത്. ഇനി നമ്മൾക്ക് 100ഓളം കുഞ്ഞ് വിരിഞ്ഞ് കിട്ടും. സംരക്ഷിക്കണത് ആറാട്ടുകടവ് ബീച്ച്, പെരിഞ്ഞനം ആറാട്ടുകടവ് ബീച്ചിൽ ആദ്യമായിട്ടാണ്. ഞങ്ങൾ ഈ കൂട്ടായ്മ ഉണ്ട്, ഇവിടെ എല്ലാവരും ഉണ്ട്. അല്ലാണ്ട് ഞങ്ങൾ മാത്രമല്ല, എല്ലാവരും ഉണ്ട്. ഈ 52, 54, 56 ദിവസത്തിനുള്ളിൽ എന്തായാലും എല്ലാ കുഞ്ഞും വിരിഞ്ഞ് ഞങ്ങൾ കടലിലേക്ക് എന്തായാലും ഞങ്ങൾ വിടും. ഇവരെന്നെ വിളിച്ച് ഇവിടെ ഇങ്ങനെ കടലാമ മുട്ടയിട്ടിട്ടുണ്ട് എന്ന് പറയണത്. അപ്പോൾ ഇതിനെ സംരക്ഷിക്കാൻ തീർച്ചയായിട്ടും വളരെ ആത്മാർത്ഥമായിട്ട് ഇവർ തന്നെയാണ് ശ്രമിച്ചത്. നമ്മളെ പുതിയ തലമുറ ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങളിൽ മുന്നോട്ട് വരണമെന്നും പെരിഞ്ഞനം പഞ്ചായത്തിൻ്റെ തീരദേശത്ത് ഇനിയും ഇതുപോലുള്ള എന്തെങ്കിലും സംരംഭങ്ങൾ ഉണ്ടായാൽ അത് സംരക്ഷിക്കാൻ നമ്മളെ തലമുറ മുന്നോട്ട് വരുമെന്ന് ആശിച്ചുകൊണ്ട് ആഴക്കടലിൽ മാത്രം വസിക്കുന്ന കടലാമകൾ മുട്ടയിടാൻ മാത്രമാണ് കരയിലെത്തുക. മുട്ടയിട്ടു കഴിഞ്ഞാൽ കടലിലേക്ക് ഇവ തിരികെ പോവുകയും ചെയ്യും. തള്ളയാമയുടെ യാതൊരു പരിചരണമോ സംരക്ഷണമോ ഇല്ലാതെയാണ് മുട്ടകൾ വിരിയുകയും കുഞ്ഞുങ്ങൾ വളരുകയും ചെയ്യുക. കിഴിപ്പുള്ളിക്കര ഗവൺമെന്റ് നളന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നാട്ടിക MLA CC മുകുന്ദൻ നിർവഹിച്ചു. ഇവിടെ വരാനും ചില വിഷയങ്ങളിൽ ഇടപെടാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. MLA ആയിട്ട് വന്നതുകൊണ്ടല്ല, അതിന് മുമ്പ് ഈ സ്കൂളുമായി ഇടപെടാനും ബന്ധപ്പെടാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും സ്കൂളിൻ്റെ ചുമതലയുള്ള ജില്ലാ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് നമ്മുടെ അധ്യക്ഷൻ വളരെ വിശദമായി നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മുടെ കേരള സർക്കാർ രണ്ടാമത്തെ ടൈമും 4 വർഷം പിന്നിട്ട് കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സർക്കാരിൻ്റെ കഴിഞ്ഞ ബഡ്ജറ്റിൽ മുതലുള്ള ബഡ്ജറ്റിലൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള കേരളത്തിലെ എല്ലാ സ്കൂളുകളും ഒരു കയ്യൊപ്പ് എന്ന നിലയിൽ എല്ലാ സ്ഥലങ്ങളിലും വികസനം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പറയങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു. കിഫ്ബിയുടെ 1,30 ലക്ഷം രൂപ ഉപയോഗിച്ച് കില PAU സഹകരണത്തോടെയാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. സ്കൂൾ പ്രധാനാധ്യാപിക സുഗന്ധി, താന്യം പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിഷ്ണു, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സീനത്ത് മുഹമ്മദ് അലി, താന്യം പഞ്ചായത്ത് മെമ്പർമാരായ CL ജോയ്, ഷൈനി ബാലകൃഷ്ണൻ, TV മദനമോഹനൻ, PR ഷിനോയ്, MK ചന്ദ്രൻ, P കൃഷ്ണൻ ഉണ്ണി, ഷീബ രാമചന്ദ്രൻ, കില ചീഫ് മാനേജർ R മുരളി, സ്കൂൾ PTA പ്രസിഡന്റ് അസീസ്, ചന്ദ്രബാബു KS, KC ബൈജു, സബിത സൈനുദ്ദീൻ, ബിന്ദു രാമചന്ദ്രൻ, MS ഉണ്ണികൃഷ്ണൻ, PR മിനി, ഹെഡ് മിസ്ട്രസ് സീനത്ത് എന്നിവർ സംസാരിച്ചു. പുത്തൻപീടിക പുളിപ്പറമ്പിൽ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ തോറ്റമ്പാട്ട് മഹോത്സവം ചൊവ്വാഴ്ച സമാപനം കുറിച്ചു. രാവിലെ അഭിഷേകം, ഉഷപൂജ, നാരായണമുത്തപ്പന് കളമെഴുത്ത് ആരംഭം, നാരായണമുത്തപ്പന്റെ കളത്തിലേക്ക് എഴുന്നള്ളിപ്പ്, കളംപാട്ടും നൃത്തവും എന്നിവ നടന്നു. ശേഷം അന്നദാനമുണ്ടായി. തുടർന്ന് ഭഗവതിയുടെ കളമെഴുത്ത് ആരംഭം, വൈകിട്ട് ദീപാരാധന, തായമ്പക, അന്നദാനം, അത്താഴപൂജ എന്നിവ നടന്നു.
ശേഷം ഭഗവതിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ്, ചെണ്ടമേളം, നന്ദുണിപ്പാട്ട് എന്നീ വാദ്യമേളത്തോടെ രൂപകളത്തിലേക്ക് എഴുന്നള്ളി. ചാഴൂർ VR ഹരിദാസ് കളമെഴുത്തും പാട്ടിന് നേതൃത്വം വഹിച്ചു. ഇരിങ്ങാലക്കുട രാജീവ് വാര്യർ ചെണ്ടമേളത്തിന് നേതൃത്വം നൽകി. തുടർന്ന് തോറ്റംപാട്ടും കളം പൂജയും പുലർച്ചെ കളത്തിൽ നൃത്തവും ഗുരുതിതർപ്പണത്തോടെ തോറ്റംപാട്ട് മഹോത്സവത്തിന് സമാപനം കുറിച്ചു. ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കയ്പമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പോക്സോ കേസിൽ പ്രതി ചേർക്കപ്പെട്ട CPM നേതാവ് BS ശക്തിധരനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. AITC സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ചീഫ് കോർഡിനേറ്റർ NK സുധീർ അധ്യക്ഷത വഹിച്ചു. വനിതാ വിഭാഗം സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ ഷൈബ മുരളീദാസ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ ദിനേശ് കർത്ത, TS ബിജു, മനാഫ് ഗുരുവായൂർ, രമേശ് ആർ നായർ, വനിതാ വിഭാഗം പ്രതിനിധികളായ അജിഷ അനീഷ്, സോഫിയ, സാബിറ, സുജി, സിമി, ആശ, സാജിദ, ജില്ലാ കമ്മിറ്റി അംഗം മുസ്തഫ കയ്പമംഗലം, യുവജന വിഭാഗം ജില്ലാ കോർഡിനേറ്റർ ശ്യാംരാജ്, പ്രവാസി വിഭാഗം ജില്ലാ കോർഡിനേറ്റർ കുഞ്ഞി മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. അദ്ദേഹം ഇവിടെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയുടെ മാതാവും ഇവിടെ പരാതി നൽകിയിട്ടും ഇവിടുത്തെ പോലീസ് അധികാരികൾ അതിന് വേണ്ട ഗൗരവം കൊടുത്തിട്ടില്ല. അവരാ പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ നവീകരിച്ച പുതിയകാവ് ഈസ്റ്റ് അൽ നൂർ മസ്ജിദിന്റെ ഉദ്ഘാടനം ഏപ്രിൽ 3 നടക്കും. മഗ്രിബ് നമസ്കാരത്തിന് ശേഷം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഇമാം അനസ് അൽ ഖാസിമി മുഖ്യപ്രഭാഷണം നടത്തും. അൽ നൂർ സെന്റർ പ്രസിഡന്റ് SA സിദ്ദീഖ് അധ്യക്ഷത വഹിക്കും. അൽ നൂർ മസ്ജിദ് ഇമാം PPM ആസിഫ് ഫൈസി തിരൂർ, പുതിയകാവ് മഹല്ല് പ്രസിഡന്റ് VH സെയ്ദ് മുഹമ്മദ് ഹാജി, MH സിദ്ദീഖ്, NK നാസർ തുടങ്ങിയവർ പങ്കെടുക്കും. വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരത്തിന് ഓണംപിള്ളി മുഹമ്മദ് ഫൈസി നേതൃത്വം നൽകും. ഇനിയൊരു ഇടവേള. അല്ല, ഇക്കൊല്ലം 10ാം ക്ലാസ്സിലല്ലേ? ബോർഡ് എക്സാം ഇങ്ങെടുത്തൂലോ. ടെൻഷനുണ്ടോ? ടെൻഷനൊന്നും വേണ്ട. ഉന്നത വിജയത്തിന് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയുള്ള പഠനമാണ് വേണ്ടത്. അതിന് നിങ്ങളെ സഹായിക്കാനാണ് വലപ്പാട് ITDCയുടെ CBSE വിദ്യാർത്ഥികൾക്കായിട്ടുള്ള 45 ദിവസത്തെ സമ്മർ വെക്കേഷൻ ക്രാഷ് കോഴ്സ്. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ മുഴുവനായും ഈ 45 ദിവസം കൊണ്ട് പഠിക്കാം. മറ്റു വിഷയങ്ങൾ ഫസ്റ്റ് ടൈമിലേക്കുള്ളത്. കൂട്ടുകാരൊക്കെ പഠിച്ചു തുടങ്ങുമ്പോഴേക്കും നമുക്കെല്ലാം പഠിച്ചു തീർക്കാന്നേ. പിന്നെ എന്തിനു ടെൻഷൻ? പിന്നെ വെക്കേഷനൊക്കെ അല്ലേ? ഇവിടെ പഠനം മാത്രമല്ല, ദിവസവും ഒരല്പനേരം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കോഴ്സിന് അവസാനം കൂട്ടുകാരുമൊത്ത് ഒരു അടിപൊളി ട്രിപ്പുമുണ്ട്. അപ്പോ വേഗം പോരെ, ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് പൊളിക്കാം. ഉന്നത വിജയം ഡബിൾ ഗ്യാരണ്ടി. 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കായുള്ള വെക്കേഷൻ ക്ലാസുകളുടെ അഡ്മിഷനും ആരംഭിച്ചു കഴിഞ്ഞു.
നിങ്ങൾ +2 എക്സാമിന്റെ കിക്കിലാണോ? എന്നാൽ അതൊന്നുമല്ല മക്കളെ കാര്യം. നീറ്റ്, JEE, കീം, CUT ഇതൊക്കെ എഴുതി നല്ല വല്ല കോളേജിൽ ചേർന്ന് ലൈഫ് സെറ്റ് ആക്കണോ? ബോർഡ് എക്സാം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നേക്ക്. ക്രാഷ് കോഴ്സിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ള അക്കാഡമി സ്പെഷ്യൽ ക്രാഷ് കോഴ്സിൽ ചേർന്ന് എൻട്രൻസ് വൈബ് 1 മാസം കൊണ്ട് സെറ്റ് ആക്കാം. നിങ്ങളുടെ ലേണിംഗ് സ്മൂത്ത് ആക്കാൻ പുള്ളി സാറുമാരും ഡെയിലി എക്സാംസും 1-to-1 മെന്ററിംഗും അടങ്ങിയ ഒരു അഡാർ ഇൻഫ്ര ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ ഇപ്പൊ തന്നെ വിളിച്ചേക്കൂ. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, വാടാനപ്പള്ളി. EMI, വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, ചെലവ് ചുരുക്കണം. ഇങ്ങനെ പോയാൽ ട്രൗസർ അടക്കം ഊരി പണയം വെക്കേണ്ട അവസ്ഥ കാണുന്നു. അതിന് നിങ്ങളുടെ ട്രൗസറൊക്കെ ആര് പണയത്തിനെടുക്കാനാ? അതെ, പണയം വെക്കേണ്ടത് ട്രൗസർ അല്ല, നമ്മുടെ അലമാരിയിൽ വെറുതെ ഇരിക്കുന്ന ഗോൾഡാ. കുറച്ച് സ്വർണം പണയം വെച്ചിട്ട് എന്ത് കിട്ടാനാ? അതിന് പണയം വെക്കേണ്ടതേ വേണാട് ഫിനാൻസിലാ. മറ്റെവിടത്തേക്കാൾ കൂടുതൽ തുക അവര് ഗ്രാമിന് നൽകുന്നുണ്ട്. വിശ്വാസത്തോടെ പണയം വെക്കുകയും ചെയ്യാം, ആവശ്യം കഴിഞ്ഞ് തിരിച്ചെടുക്കുകയും ചെയ്യാം. വെറുതെ നിങ്ങളുടെ തലക്ക് ടെൻഷൻ കൊടുക്കും വേണ്ട. വിശ്വസ്തയോടെ കൂടെ കൂട്ടാവുന്ന ഉത്തമ സഹായി വേണാട് ഫിനാൻസ് ഗ്രൂപ്പ്. ഫോൺ 9061548777. വീണ്ടും വാർത്തകളിലേക്ക്. കുറുമ്പിലാവ് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും പൊങ്കാല മഹോത്സവവും ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ ഉദയാസ്തമന പൂജ, നവകം, പഞ്ചഗവ്യം, ചാന്താട്ടം, ഉച്ചപൂജ എന്നിവ നടന്നു. ശേഷം ദേവിക്ക് പൊങ്കാല സമർപ്പണവും നടന്നു. 300-ലധികം പേർ പൊങ്കാലയിടലിൽ സാക്ഷ്യം വഹിച്ചു. തുടർന്ന് പ്രസാദ വോട്ടുണ്ടായി. ക്ഷേത്രമേൽശാന്തി രാധാകൃഷ്ണൻ എമ്പ്രാന്തരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് ജയദാസ് പുതുപ്പുള്ളി, സെക്രട്ടറി ഗോപകുമാർ വല്ലത്ത്, ട്രഷറർ ഗോപാലകൃഷ്ണൻ തേഞ്ചാത്ത് എന്നിവർ നേതൃത്വം വഹിച്ചു. തളിക്കുളം NSS കരയോഗ ഹാളിൽ പ്രാണായോഗ സെന്ററിന്റെ യോഗ ക്ലാസ് ആരംഭിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് മെമ്പർ ഷൈജ കിഷോർ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് V. ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. 14-ാം വാർഡ് മെമ്പർ സുമന ജോഷി, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വനിതാ ഫിറ്റ്നസ് സെന്റർ ട്രെയിനർ അനിത ഇക്ബാൽ, EP ഹരീഷ് മാസ്റ്റർ, അരുൺ ജി, പ്രാണായോഗ സെന്റർ ട്രെയിനർ ശ്യാമ അരുൺ എന്നിവർ സംസാരിച്ചു. കൂടുതലായിട്ട് ഇപ്പൊ ജെൻഡർ ഇക്വാലിറ്റി വന്നപ്പോൾ വനിതകൾക്കാണ് പ്രാധാന്യം എന്നുള്ള ഒരു പരാതി പുരുഷപക്ഷത്തു നിന്ന് കേൾക്കാറുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പ്രായമായവരെ കാണുമ്പോഴൊക്കെ സ്റ്റിൽ യങ് ആയിട്ടാണ് നമ്മൾക്ക് തോന്നുന്നത്. പണ്ട് സ്ത്രീകൾ അവരുടെ ആരോഗ്യം നോക്കിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. കാരണം ജോലിക്ക് പോവില്ല, വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി ഹസ്ബൻഡ് പണിയെടുത്ത് കൊണ്ടുവരുന്നതും അതായിരുന്നു അവരുടെ ഒരു ലോകം. കിഴിപ്പുള്ളിക്കര നിസ് സാംസ്കാരിക വേദിയുടെയും #ഗാർമെന്റ്സ് തൃശൂരിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അവധിക്കാല ഫുട്ബോൾ പരിശീലന ക്യാമ്പ് തുടങ്ങി. താന്യം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും മുഖ്യ രക്ഷാധികാരിയുമായ ഷൈനി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമുക്ക് എല്ലാവരും വളരെ ആവേശത്തോടു കൂടിയാണ് ഇന്നിവിടെ നമ്മുടെ ഫുട്ബോൾ പരിശീലനത്തിന് എത്തിച്ചേർന്നിട്ടുള്ളത്, അല്ലേ? എല്ലാവരും ആവേശത്തോടു കൂടിയല്ല വന്നിട്ടുള്ളത്. അപ്പോൾ ആരെയും രക്ഷിതാക്കളുടെ സമ്മർദ്ദം മൂലമല്ല, നമ്മുടെ സ്വയം ഇഷ്ടപ്രകാരമാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് നിങ്ങളെല്ലാവരും വന്നിട്ടുള്ളത്, അല്ലേ? അപ്പോൾ ഈ ഒരു മാസ അവധിക്കാലം നമ്മൾ ഏറ്റവും നല്ല കളിക്കാരായി മാറ്റാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾക്ക് നിസ് ക്ലബ്ബ് ഒരുക്കി തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മാസക്കാലം നിങ്ങളത് പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ കഴിവുകളെ, നമുക്കറിയാം നമ്മുടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അവസരങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് വളരെ വിരളാണ്. മുഖ്യാതിഥിയായി മുൻ ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് പ്ലെയർ ഭരതൻ വലപ്പാട് പങ്കെടുത്തു.
കേരള മീഡിയ അക്കാദമിയുടെ 2024-25 വർഷത്തെ ഗവേഷണ ഫെലോഷിപ്പ് നേടിയ മുരളീധരൻ KA, TV പ്രദീപ് കുമാർ, ഷൈജു KS, CT ജോസ്, PB അനിൽ, N ഗോപിനാഥൻ, റംസൽ #അനന്തു K ദിനേശ്, മുഹമ്മദ് റൌഫ്, അസ്ന PA, സത്യഭാമ CA എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് പള്ളിയമാക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയും അഷ്ടബന്ധ നവീകരണ കലശവും നടന്നു. രാവിലെ മഹാഗണപതി ഹവനം, അധിവാസം വിടർത്തി പൂജ, കലശപൂജ, വിഗ്രഹവും ജീവകലശവും ശ്രീലകത്തേക്ക് എഴുന്നള്ളിക്കൽ, ശേഷം പുനഃപ്രതിഷ്ഠാ ചടങ്ങ് എന്നിവ നടന്നു. തുടർന്ന് അഷ്ടബന്ധ്യന്യാസം, ജീവകലശാഭിഷേകം, ബ്രഹ്മകലശാഭിഷേകം, ഉപദേവതാ കലശം, പരികലശാഭിഷേകം, വിശേഷാൽ പൂജ, സർപ്പപൂജ, മംഗളാരതി, ആചാര്യ ദക്ഷിണ എന്നിവ നടന്നു. ശേഷം അമൃതഭോജനമുണ്ടായിരുന്നു. ക്ഷേത്രം തന്ത്രി ചാഴൂർ ശ്രീമഠം ശ്രീകുമാർ തന്ത്രി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കേരള വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠാധീശ്വർ ദണ്ഡിസ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് വിശിഷ്ട സാന്നിധ്യമായിരുന്നു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് സർജൻ, സെക്രട്ടറി സുധീഷ് PV, ഖജാൻജി അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. ഏങ്ങണ്ടിയൂർ ശ്രീ സുബ്രഹ്മണ്യ ശാസ്താമംഗല ക്ഷേത്രത്തിലെ അശ്വതി പൂജയോടനുബന്ധിച്ച് പൊങ്കാല സമർപ്പണം നടന്നു. രാവിലെ ഗണപതി ഹവനം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, മധ്യാഹ്ന പൂജ, പറന്നിറക്കൽ, വൈകിട്ട് കാട്ടുചക്കിക്ക് പൊങ്കാലയിടൽ, പൊങ്കാല സമർപ്പണം, രാത്രി അത്താഴപൂജ, ഗുരുതി എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി NV ബൈജുരാജ് മുഖ്യ കാർമ്മികനായി. പൊങ്കാല സമർപ്പണവും മഹാഗുരുതിയും നടത്തി. പ്രസിഡന്റ് PS ഗോപാലൻ, സെക്രട്ടറി ഷിനോദ് PK, ട്രഷറർ PD ശിവശങ്കരൻ, K ഗോപിനാഥൻ, AS ഉണ്ണികൃഷ്ണൻ, സന്ദേശ് ചുള്ളിപ്പറമ്പിൽ, മദനൻ ആറുകെട്ടി, മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ 18ാം വാർഡിലെ നിർമ്മാണം പൂർത്തിയായ J റോഡ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 ലക്ഷം രൂപ വകയിരുത്തിയാണ് റോഡ് നിർമ്മിച്ചത്. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് അധ്യക്ഷനായി. 18ാം വാർഡ് മെമ്പർ KK പ്രഹർഷൻ, KR മുരളി, പ്രീമം സിരി, സുനിൽ മുത്തേരി, വിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഹരിതകർമ്മസേന പ്രവർത്തകർ, റോഡ് ഉപയോക്താക്കൾ, പൊതുപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ പഞ്ചായത്തിലേക്ക് ആദ്യമായിട്ട് രജിസ്ട്രേഷൻ ചെയ്തു തന്നത്, ആദ്യമായിട്ടെന്നല്ല അവസാനമായിട്ട് രജിസ്ട്രേഷൻ ചെയ്തു തന്നത് 2 റോഡുകളാണ് രജിസ്ട്രേഷൻ ചെയ്തു തന്നത്. ആദ്യമായിട്ട് രജിസ്ട്രേഷൻ ചെയ്തു തന്നത് ഈ റോഡാണ്. പിന്നീടുള്ള രജിസ്ട്രേഷൻ നടപടികളൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് ഉള്ളതിനാൽ ആരും അതിന് തയ്യാറായിട്ട് വന്നില്ല. അപ്പോൾ ഇവിടുത്തെ ആളുകൾ അതിന് തയ്യാറായിട്ട് വന്നതിൽ തന്നെ ആദ്യമായിട്ട് പ്രത്യേകം ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതിയുടെ നന്ദി പറയുകയാണ്. കാഞ്ഞാണിയിൽ ആക്ട്സിന്റെ സൗജന്യ ആംബുലൻസ് സർവീസ് ആരംഭിച്ചു. റോഡ് അപകടങ്ങളിലും അത്യാഹിതങ്ങളിലും 24 മണിക്കൂറും സൗജന്യമായി ആംബുലൻസ് സേവനം നടത്തുന്ന ജീവകാരുണ്യ പ്രസ്ഥാനമായ ആക്ട്സിന്റെ 18ാമത് ശാഖയാണ് കാഞ്ഞാണിയിലേത്. ആംബുലൻസ് സേവനങ്ങൾക്കായി ബന്ധപ്പെടേണ്ട നമ്പർ 9072400404, മറ്റൊരു നമ്പർ 9072400408. മയക്കുമരുന്നിനെതിരെ കാരമുക്കിൽ ജനകീയ കൂട്ടായ്മയ്ക്ക് രൂപം നൽകി.
ഒഫൻഡേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് കൂട്ടായ്മ രൂപീകരിച്ചത്. നാട്ടുകാരും ജനപ്രതിനിധികളും അധ്യാപകരും കുടുംബശ്രീ ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകളെയും ക്ലബ്ബുകളെയും പങ്കെടുപ്പിച്ച് സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മ വാർഡംഗം ധർമ്മൻ പുറത്താട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് സുഭാഷ് വാഴപ്പുള്ളി അധ്യക്ഷത വഹിച്ചു. കണ്ടശങ്കടവ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി PC വർഗീസ്, 12ാം വാർഡംഗം ബിന്ദു സതീഷ്, SNGS സ്കൂൾ പ്രധാനാധ്യാപിക ജയന്തി N മേനോൻ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ പ്രസിഡന്റ് TV വിശ്വംഭരൻ, വോയ്സ് ഓഫ് ക്ലബ്ബ് സെക്രട്ടറി KK കൃഷ്ണകുമാർ, ക്ലബ്ബ് വൈസ് പ്രസിഡന്റുമാരായ KK ഷൈനിവാസ്, ധനേഷ് മഠത്തിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ജനകീയ കൂട്ടായ്മ ഭാരവാഹികളായി ധർമ്മൻ പറത്താട്ടിൽ ചെയർമാനായും ബിന്ദു സതീഷ്, OK ശശി എന്നിവർ വൈസ് ചെയർമാനായും സുഭാഷ് വാഴപ്പുള്ളി കൺവീനറായും ഷൈനിവാസ് KK കൃഷ്ണകുമാർ ജോയിന്റ് കൺവീനറായും സണ്ണി ആലൂക്ക, ഷിനോയ് പണ്ടാരൻ, ആന്റണി ചിറയത്ത്, PC വർഗീസ്, ടോളി വിനീഷ്, ധനേഷ് മഠത്തിപ്പറമ്പിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായും തിരഞ്ഞെടുത്തു. ഇടവേള. ഈ ഫെസ്റ്റിവൽ സീസണിൽ രണ്ടുണ്ട് കാര്യം. ഒന്ന്, എമ്പുരാൻ കാണണം. കൂടാതെ വാടാനപ്പള്ളി സുധാ സിൽക്സിൽ നിന്നും വിലക്കുറവിൽ വാങ്ങണം. അറിഞ്ഞില്ലേ? വാടാനപ്പള്ളി സുധാസിൽ റംസാൻ, വിഷു, ഈസ്റ്റർ പ്രമാണിച്ച് അടിപൊളി ഫെസ്റ്റിവൽ മെഗാ സെയിൽ മാനുഫാക്ചേഴ്സിൽ നിന്നും നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് യഥാർത്ഥ വിലക്കുറവ് അനുഭവിച്ചറിയാം. വിചിത്ര സിൽക്ക് സ്റ്റോൺ വർക്ക് സാരി 199 രൂപ മുതൽ, സെറ്റ് സാരി സെറ്റുമുണ്ട് 299 രൂപ മുതൽ, ലേഡീസ് കുർത്തികൾ 199 രൂപ മുതൽ 2000 രൂപ വരെ, കോട്ടൺ ചുരിദാറുകൾ 599 രൂപ മുതൽ, പാർട്ടി വെയർ ചുരിദാറുകൾ 899 രൂപ മുതൽ 3000 രൂപ വരെ, 399 രൂപ മുതൽ 3000 രൂപ വരെയുള്ള ചുരിദാർ മെറ്റീരിയലുകൾ, കോട്ടൺ നൈറ്റുകൾ 149 രൂപ മുതൽ, ഗേൾസ് ഫ്രോക്കുകൾ 299 രൂപ മുതൽ, ടീനേജേഴ്സിനായി 20 ക്രോപ്പ് ടോപ്പുകളും ബാഗി പാന്റുകളും, മെൻസ് 20 ടീഷർട്ടുകളുടെയും ബ്രാൻഡ് ഷർട്ടുകളുടെയും ജീൻസുകളുടെയും അതിവിപുലമായ സെക്ഷൻ. അനുഭവിച്ചറിയും യഥാർത്ഥ വിലക്കുറവും ഗുണമേന്മയും. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. സുധാ സിൽക്സ്, വാടാനപ്പള്ളി. അറിഞ്ഞില്ലേ? ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം, ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ, പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില, പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു, വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26333614. Manappuram Geeta Ravi Public School, the joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി K ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ.
അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. മണലൂർ മണ്ഡലം 11-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി. KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. പഴയകാല കോൺഗ്രസ് നേതാക്കളെ അനുസ്മരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ആദരിച്ചു. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് ജോബി വർഗീസ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി VG അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറിമാരായ KK ബാബു, KB ജയറാം, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ, റോബിൻ വടക്കേത്തല, സൈമൺ തെക്കത്ത്, വേണു കൊച്ചത്ത്, പുഷ്പ വിശ്വംഭരൻ, സിജോൺ ജോസ്, റിജോ ജോണി, സതീശൻ പുതിയേടത്ത്, ഇന്ദിര ഉത്തമൻ എന്നിവർ സംസാരിച്ചു. പല പ്രത്യയശാസ്ത്രങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അഹിംസയുടെ പ്രത്യയശാസ്ത്രത്തിന്റെ അപ്പസ്തോലനാണ് മഹാത്മജി. സാധാരണക്കാരനെ പോലെ ജീവിച്ചു മഹാത്മജി. നിങ്ങൾ ആലോചിക്കണം, ഇന്റർനെറ്റ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, വാട്സപ്പ് ഇല്ല, ഇതൊന്നുമില്ലാത്തൊരു കാലത്ത് ഭാരതത്തിൽ മുഴുവൻ സ്ഥലങ്ങളിലേക്കും അദ്ദേഹം സഞ്ചരിച്ചത് ബസ്സിലൂടെയും ട്രെയിനിലൂടെയുമായിരുന്നു. ഈ ഭാരതത്തിന്റെ ആത്മാവ് കണ്ടെത്താനാണ് അദ്ദേഹം സഞ്ചരിച്ചത്. ഗ്രാമങ്ങളിലാണ് ഭാരതത്തിന്റെ ആത്മാവ് എന്ന് പ്രഖ്യാപിച്ച നേതാവ്. ആ ഓരോ ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെന്ന മഹാത്മജി. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ധർണ നടത്തി. മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണലൂർ ട്രഷറിക്ക് മുൻപിലാണ് ധർണ സംഘടിപ്പിച്ചത്. KB ജയറാം ഉദ്ഘാടനം ചെയ്തു. 2021 ശേഷം റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, മെഡിസിപ്പ് പദ്ധതിയിലുള്ള അപാകതകൾ പരിഹരിക്കുക, OPയും ഓപ്ഷനും ഉറപ്പുവരുത്തുക, പെൻഷൻകാരുടെ പരിഷ്കരണത്തിന്റെ ഭാഗമായി തടഞ്ഞുവെച്ച ക്ഷമാശ്വാസ കുടിശ്ശികയുടെ 3ഉം 4ഉം ഗഡുക്കൾ ഉടൻ വിതരണം ചെയ്യുക, ക്ഷമാശ്വാസം അനുവദിക്കുമ്പോൾ മുൻകാല പ്രാബല്യം അനുവദിക്കുക, 7 ഗഡു ക്ഷമാശ്വാസം അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻകാർക്ക് മിനിമം പെൻഷൻ ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങളാണ് ധർണയിൽ ഉന്നയിച്ചത്. ലഹരി വ്യാപനം തടയുന്നതിന് സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യം ഉയർന്നു. KA തോമസ്, NR അജിത് പ്രസാദ്, AT ആൻഡോ, PM വിജയകുമാരി, MK വസുന്ധര, PN മോഹനൻ, PT പോൾ തുടങ്ങിയവർ സംസാരിച്ചു. മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണലൂർ സബ് ട്രഷറിക്ക് മുമ്പിൽ ഈ പ്രതിഷേധ ധർണ നടത്തുന്നു. ഈ ധർണയ്ക്ക് ആധാരമായി മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം തികച്ചും മിതവും ന്യായവുമായ പെൻഷൻകാരുടെ ആവശ്യങ്ങളാണ്. ഈ സംസ്ഥാനത്തെ പെൻഷൻകാരെ അവഗണിക്കുന്ന സമീപനവുമായി മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധ പ്രകടനമാണ് ഇത്. തളിക്കുളങ്ങര ശ്രീ പരദേവത നാഗത്താൻകാവ് പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് വിനോദൻ മാസ്റ്റർ അനുസ്മരണം നടത്തി. സിനിമാ താരം നിത രാധ ഉദ്ഘാടനം ചെയ്തു. ഈശ്വരനോടും ഈ തറവാട്ടിലെ എല്ലാവരോടും ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുന്നത്. എല്ലാ അമ്മമാരുടെ മുഖത്തും എന്താ പറയുക, മക്കളുടെ കലാപരിപാടിയൊക്കെ കാണാനുള്ളൊരു കാത്തിരിപ്പാൻ തോന്നുന്നു അല്ലേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും അത് കണ്ടെത്തി മുന്നിലോട്ട് കൊണ്ടുവരിക. ഇന്ന് പഠിപ്പിനൊപ്പം തന്നെ കലേനെ ലഹരിയായിട്ട് കാണാനായിട്ട് മക്കളെ പഠിപ്പിക്കുക. കാരണം ഇന്ന് ഒരുപാട് ലഹരി വസ്തുക്കൾ നമ്മുടെ മക്കൾ യൂസ് ചെയ്യണം. നമ്മുടെ മക്കൾ തന്നെ പറയാം, നമ്മൾ പോലെ അറിയാണ്ട് നമ്മുടെ മക്കൾ യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. പണ്ട് കള്ള് അല്ലെങ്കിൽ കഞ്ചാവ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ MDMA അങ്ങനത്തെ രീതിക്കൊക്കെ കാലം വളർന്നു. അപ്പോൾ നമ്മുടെ മക്കളെ ഭക്തിയിലേക്കും കലാപരമായ ഏതെങ്കിലും മേഖലയിലേക്കും അവരെ ലഹരി അതാക്കി മാറ്റാനായിട്ട് നമ്മുടെ പേരൻസ് ശ്രദ്ധിക്കുക. ഒരു വട്ടം കൂടി എന്നെ ഇവിടെ വിളിച്ച എല്ലാവർക്കും ഈ പരിപാടി. നാഗത്താൻകാവ് ക്ഷേത്രം പ്രസിഡന്റ് വിരൂപാക്ഷൻ അധ്യക്ഷത വഹിച്ചു. പത്രപ്രവർത്തകനും കവിയുമായ ദിനേശ് രാജ മുഖ്യപ്രഭാഷണം നടത്തി. ആരോഗ്യഭാരതി കാര്യദർശിനി സോമസുന്ദരൻ, EP ശശി മാസ്റ്റർ, രാജു വെന്നിക്കൽ, ബാലു, സത്താർ, ഗിരീഷ് പണിക്കർ, അർജുനൻ, ആരോഗ്യഭാരതി തളിക്കുളം പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് സുരേഷ് കുമാർ വൈദ്യർ, കൺവീനർ TS ബിജു, ട്രഷറർ പ്രിൻസ് മദനൻ,
സുഭാഷ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കാഞ്ഞാണി കുടുംബശ്രീ രുധിരമാല അന്നപൂർണേശ്വരി വിഷ്ണുമായ ക്ഷേത്രത്തിലെ തോറ്റമ്പാട്ട് മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ഞായറാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ, മുത്തപ്പന രൂപക്കളം, ഉച്ചയ്ക്ക് അന്നദാനവും നടത്തി. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളവും ഉണ്ടായി. തിങ്കളാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം വീരഭദ്രസ്വാമിക്ക് രൂപക്കളം, ഉച്ചയ്ക്ക് അന്നദാനവും തുടർന്ന് കരിങ്കുട്ടി സ്വാമിക്ക് പത്മക്കളവും നടത്തി. വൈകിട്ട് ദേവിമാർക്ക് പട്ടും താലിയും ചാർത്തൽ, നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധനയ്ക്ക് ശേഷം ദേവിയുടെ നടയിൽ പറനിറയ്ക്കൽ, രാത്രി 10 മണിക്ക് എഴുന്നള്ളിപ്പും തുടർന്ന് ദേവിയുടെ രൂപക്കളം, പാടിക്കുടിയിരുത്തൽ എന്നിവയും ഉണ്ടായിരുന്നു. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ സെക്രട്ടറി വിപിൻ മങ്ങാട്ടുകര, പ്രസിഡന്റ് സുഭാഷ് മാപ്രാണം, ട്രഷറർ ഷജി മങ്ങാട്ടുകര എന്നിവർ നേതൃത്വം നൽകി. സെക്രട്ടേറിയറ്റിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം സർക്കാരുമായി സമവായത്തിലെത്താത്തതിനെ തുടർന്ന് പണിമുടക്കുകയാണെന്ന് തൃത്തല്ലൂരിലെ ആശാവർക്കർമാർ. തൃത്തല്ലൂർ ഹെൽത്ത് സെന്ററിലെ ആശാവർക്കർമാരായ സിന്ധു, പ്രിൻസി, നിഷ എന്നിവർ മെഡിക്കൽ ഓഫീസർക്ക് രേഖാമൂലം കത്ത് നൽകി. സെക്രട്ടേറിയറ്റിന് മുൻപിലെ സമരം 52ാം ദിവസം പിന്നിട്ടിരിക്കുന്നു. നിരാഹാരം 14ാം ദിവസവും കടന്നിരിക്കുന്നു. ഫലപ്രദമായ ചർച്ചകൾ നടക്കുന്നുമില്ല. പിരിച്ചുവിടുമെന്ന് നോട്ടീസ് അയച്ചും സമരത്തെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തി. സംസ്ഥാനം ഓണറേറിയം കൂട്ടണമെന്ന സമരക്കാരുടെ ഡിമാൻഡിനെക്കുറിച്ച് ആരോഗ്യമന്ത്രി ഒന്നും പറയുന്നില്ല. ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം പരിഗണിക്കാമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. എന്നാൽ അടിസ്ഥാന വേതനം വർദ്ധിപ്പിക്കുക എന്ന ആവശ്യം കേരള സർക്കാരാണ് നടപ്പാക്കേണ്ടത്. അക്കാര്യത്തിൽ യാതൊരു നടപടിയും ഉണ്ടാകാത്തതിനാലാണ് വീണ്ടും പണിമുടക്കുന്നതെന്ന് ആശാപ്രവർത്തകർ വ്യക്തമാക്കി. നമ്മുടെ നേരെ ഒരു തിരിഞ്ഞു നിൽക്കുന്ന ഒരു മനോഭാവമാണ് നമ്മുടെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരള ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവഹേളനങ്ങളല്ലാതെ ഞങ്ങൾക്ക് വേണ്ടി അതൊന്നും തന്നെ അവർ ഈ സമയം പ്രതികരിക്കുന്നില്ല. എല്ലാ ഭാഗത്തു നിന്നുകൊണ്ട് ഞങ്ങളുടെ ഇവിടെ തൃത്തല്ലൂരാണെങ്കിൽ 18 ആശാവർക്കർമാരാണ് ഉള്ളത്. ബാക്കി എല്ലാവർക്കും പേടിയാണ്. വരണമെന്ന് മനസ്സോടെ താല്പര്യം ഉണ്ടെങ്കിലും അവരെ പല രീതിയിൽ ഇപ്പോൾ തൃശ്ശൂർ ജില്ല എന്നല്ല എല്ലാ ജില്ലകളിലും സമരത്തിന് തയ്യാറുള്ള ആളുകളെ പോലും മാനസികമായിട്ട് അവർ വിളിച്ച് ഭീഷണിയുടെ സ്വരത്തിൽ അവരെ പിന്തിരിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് ഇപ്പം നമ്മൾ കണ്ടുവരുന്നത്. ആയതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ള ആശമാർക്ക് നമ്മളോടൊപ്പം സമരത്തിൽ ഏർപ്പെടാൻ പറ്റാതിരിക്കുന്നത്. ഇപ്പോൾ ഈ ഗവൺമെൻറ് നമ്മളോട് പറയുന്നത് എന്താണ്, 400 മുകളിലുള്ള ആശാവർക്കർമാർ മാത്രമേ ഇന്ന് സമരത്തിലുള്ളൂ. ഒരിക്കലല്ല, 26,000 ആശമാരും 26,000 ആശമാരും നമ്മളോടൊപ്പം ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കാനും നിൽക്കാനും തയ്യാറാണ് അവരെ മനസ്സുകൊണ്ട്. ഞങ്ങൾക്ക് ഈ ഓണറേ ഇൻസെൻറ്റീവ് തന്നെയല്ല, ഈ കണ്ട വർഷം ഞങ്ങൾ വർക്ക് ചെയ്തിട്ട് വെറും കൈയോട് വരെ ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട്. ഞങ്ങൾക്ക് അവർ പറയുന്നത് 5 ലക്ഷം രൂപ അല്ലെങ്കിൽ പെൻഷനും ഞങ്ങൾക്ക് തീർച്ചയായിട്ടും തന്നിരിക്കണം. അതിനു വേണ്ടിയാണ് ഞങ്ങൾ കൂടുതൽ നിൽക്കുന്നത്. ഇൻസെൻറ്റീവ് ഓണറേറിയം വേണം, വേണ്ടെന്നല്ല പറയണേ. ഇതും കൂടി ഞങ്ങൾക്ക് ഗവൺമെൻറ് ശരിയാക്കി തരാമെന്നാണ് എൻ്റെ അപേക്ഷ. വലപ്പാട് തിരുപ്പഴഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിൽ മീനഭരണി മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. വൈകിട്ട് ദേശത്തെ 7 കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പൂരം വരവ്, തുടർന്ന് ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു.
വലപ്പാട് തേവർ ദേശത്തിന്റെ ഊട്ടോളി അനന്തൻ ഭഗവതിയുടെ തിടമ്പേറ്റി. വലപ്പാട് വീരതപസ്യ ക്ലബിന്റെ പുതുപ്പള്ളി സാധു വലത്തും വലപ്പാട് സംഘമിത്ര ക്ലബിന്റെ വൈലാശ്ശേരി അർജുനൻ ഇടത്തും അണിനിരന്നു. വൈഗരി ക്ലബിന്റെ ബാസ്റ്റൻ വിനയസുന്ദർ, സമന്വയ ക്ലബിന്റെ ഊട്ടോളി രാമൻ, സൗഹൃദയ ക്ലബിന്റെ പുതുശ്ശേരി വിജയൻ, നവചൈതന്യയുടെ ലിബർട്ടി ഉണ്ണിക്കുട്ടൻ എന്നീ ആനകൾ കൂട്ടാനകളായി അണിനിരന്നു. വലപ്പാട് തിരുപഴഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് വീരതപസ്യ സാംസ്കാരിക വേദിയുടെ പൂരം എഴുന്നള്ളിപ്പ് നടന്നു. വൈകിട്ട് വലപ്പാട് പുളിയമ്പള്ളി നമ്പൂതിരി ചാത്തൻ സേവാ മഠത്തിൽ നിന്നും പൂരം എഴുന്നള്ളിപ്പ് പുറപ്പെട്ടു. ചെണ്ടമേളം, ശിങ്കാരിമേളം എന്നിവയുണ്ടായി. ഗ്രാമപ്രദക്ഷിണത്തിന് ശേഷം വൈകിട്ട് തിരുവഞ്ചേരി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. പ്രസിഡന്റ് മിഥുൻ കെ, സെക്രട്ടറി സിബിൻ വേളയിൽ, ട്രഷറർ കണ്ണൻ എ.യു, മറ്റു ഭാരവാഹികൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നാട്ടിക ബീച്ച് ആരിക്കിരി ഭഗവതി പള്ളത്ത് പാറപ്പൻ മുത്തപ്പൻ ദേവസ്ഥാനത്ത് പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് പൊങ്കാല സമർപ്പണം നടന്നു. രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, ഗുഡാനുപൂജ, ഉച്ചപൂജ, വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, കലംപൂജ, പൊങ്കാല സമർപ്പണം, രാത്രി അത്താഴപൂജ എന്നിവ നടന്നു. മേൽശാന്തി യാദവ്, അനന്തു എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എ.എസ്. പത്മപ്രഭ, വൈസ് പ്രസിഡന്റ് ഇ.വി. ധർമ്മൻ, സെക്രട്ടറി പി.കെ. ഹരിഹരൻ, ജോയിന്റ് സെക്രട്ടറി പി.ബി. രമണൻ, ട്രഷറർ ദേവദാസ് എ.എസ്. എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഏപ്രിൽ 6-നാണ് ക്ഷേത്ര മഹോത്സവം. ഉത്സവ ദിവസം രാവിലെ മുത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് താലം എഴുന്നള്ളിപ്പ്, തുടർന്ന് ക്ഷേത്രത്തിൽ ശീവേലി എഴുന്നള്ളിപ്പ്, ഉച്ചയ്ക്ക് പ്രസാദവൂട്ടും നടക്കും. പകൽപൂരത്തിന് മച്ചാട് ഗോപാലൻ ഭഗവതിയുടെ തിടമ്പേറ്റും. പൂനാരി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള മേളവും അരങ്ങേറും.
വാടാനപ്പള്ളി ബീച്ച് ദുബായ് റോഡിൽ താമസിക്കുന്ന കണ്ണച്ചൻപുരയ്ക്കൽ ജയരാമൻ നിര്യാതനായി. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. ഭാര്യ പുഷ്പമണി, മക്കൾ പ്രസന്ന, ജയശ്രീ, മരുമക്കൾ ദിലീപ്, ദിനേശൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃപ്രയാർ തേവരുടെ മകേരിയം പുറപ്പാടിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. പെരിഞ്ഞനം ആറാട്ടുകടവ് ബീച്ചിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ രാപ്പകൽ കാവലിരുന്ന് വിരിയിച്ചെടുത്ത കടലാമ കുഞ്ഞുങ്ങൾ ഇനി തിരികെ കടലിലേക്ക്. മയക്കുമരുന്നിനെതിരെ കാരമുക്കിൽ ജനകീയ കൂട്ടായ്മയ്ക്ക് രൂപം നൽകി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.